ഉത്തരം കിട്ടാണ്ട് ഇരിക്കുക. കഴിഞ്ഞടാ ഡാ കഴിഞ്ഞാടാ എന്തിട്ടാ കാണിക്കുന്നത്? ഇല്ല വായിക്കാം. നീ വായിച്ചോണ്ടിരിക്കായിരുന്നില്ല, അത് തരാം. During 2018, flood occurred. Flood was nightmare to farmers. Lot of എന്താണ്? ഫാം ഹൗസ് അല്ല, ഫാമേഴ്സ്. Lot of people lost their house. ബ്രാക്കറ്റിൽ ഒന്നും ഡാം ഇടാ. The reason for flood is due to opening the Idukki and biggest dam called Mullaperiyar. Flood is a natural disaster. Flood changed many people's life. Flood made everyone suffer. But we overcome that. അവിടെ ഗ്രാമറിനൊക്കെ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട്, വാക്കുകളൊക്കെ പിന്നെ നമുക്ക് ഒപ്പിക്കാം. Many life rescuing people and fire force helped and saved many people without hesitation. The result of the flood was landslide, soil erosion, damage of trees, etc. പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിച്ച് വെക്കാട്ടാ. തറ ഫ്ലഡിനെ കുറിച്ചിട്ട് 2018 ഫ്ലഡ് വാസ് ബിഗ് ട്രാജഡിയുടെ സ്പെല്ലിങ് ഇത് തന്നെ വലിയ ട്രാജഡിയാ. ഇൻ കേരളാസ് ബിഗ്ഗസ്റ്റ് ഡാം മുല്ലപ്പെരിയാർ. ദ ഫ്ലഡ് ഇതെന്താടത് ഗ്രാമറൊക്കെ. ദി ഫ്ലഡ് വാസ് റീസൺ മുല്ലപ്പെരിയാർ ഡാം ഓപ്പൺ. ദി ഡാം ചേഞ്ച് കേരളാസ് മെനി പീപ്പിൾ ലൈഫ്. Many people died in the flood. Many people survived flood rescue. Many people, fishermen helped to many peoples. പൊരിച്ചു. 2018 flood was the biggest tragedy in Kerala. എല്ലാവർക്കും ബിഗ്ഗസ്റ്റ് ട്രാജഡി ഉണ്ട് ട്ടാ. The main reason in flood major dam of Idukki Mullaperiyar open and shutter flood can change many people life and flood many people survive our life. The flood overcome to help fishermen, military, police and many people. So open many camps in school. നന്നായി. ബിഗ്ഗസ്റ്റ് ട്രാജഡി. ഇന്ന് നിങ്ങളുടെ കോൺവെർസേഷൻ എടുക്ക് നോക്കട്ടെ. ഹലോ മോം, ക്യാൻ യു ഗിവ് മീ എ കപ്പ് ഓഫ് ടീ? മദർ, ഓക്കെ ഐ ഗോ ആൻഡ് കം വിത്ത് ടീ. ബാങ്ക് മാനേജർ, ഓക്കെ മോം ഐ വെയിറ്റ്. മദർ, അഭി ഐ കം വിത്ത് ടീ. എന്തൊക്കെയുണ്ടത് എടാ? ഒരു ബാങ്ക് മാനേജര് അയാളുടെ അതായിക്കോട്ടെ, ആ പേര് നിങ്ങളെ എനിക്കറിയില്ല. ആ പേര് അയാളുടെ പേര് ശരിക്കുള്ള എന്താണെന്ന് അറിയില്ല. പക്ഷെ എടാ ഇതൊരു സംഭവം എഴുതുമ്പോ എന്താ കോൺവെർസേഷന്റെ ഇത് പറഞ്ഞിട്ടുള്ളേ? എന്താ കോൺവെർസേഷന്റെ കാര്യം പറഞ്ഞിട്ടുള്ള എന്താ? അയാള് കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ലീവിന് വരിക ബാങ്കിൽ നിന്ന്. അല്ല, അയാള് ബാങ്കിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പൊ അയാള് ദൂരെ സ്ഥലത്തല്ല ജോലി ചെയ്യുന്നത്. അയാള് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുമ്പോ ബാങ്കിൽ ഉണ്ടായിട്ടുള്ള അന്നത്തെ ആ ഒരു പ്രശ്നത്തെ കുറിച്ചിട്ടൊക്കെ അമ്മയോട് ഒരു കോൺവെർസേഷൻ വരികയാണ്. അപ്പൊ അയാൾ സംഭവം ടയേർഡൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അയാള് അതുപോലെ സംസാരിക്കുന്നു. അപ്പൊ പ്രശ്നത്തിലേക്ക് കടന്നിട്ടില്ല എപ്പോഴും. ഇതിപ്പോ വീട്ടിൽ വന്നിട്ടാ അമ്മ ഒരു ഗ്ലാസ് ചായ. ഓക്കെ, ഒരു ഗ്ലാസ് ചായ കൊണ്ടുവരാം. അതന്നെ, കഞ്ഞി എടുക്കട്ടെ മാണിക്കുക. ലേശ കഞ്ഞി എടുക്കട്ടെ മാണിക്കുക. ഓ ഇത് വളരെ പെട്ടെന്ന്. എന്ത്? ഹലോ മോം, ക്യാൻ യു ഗിവ് മീ എ കപ്പ് ഓഫ് ടീ? ഓക്കെ സൺ. ബാങ്ക് മാനേജർ, മോം കഴിഞ്ഞ കഴിഞ്ഞ സീനാന്ന്. എടാ അത് കംപ്ലീറ്റ് ആക്കണത്.
എനിക്ക് എഴുതാൻ അറിയില്ല സാറേ, വായിക്കാനല്ല അറിയില്ല. വേറെ കോൺവെർസേഷനാ? ഓക്കെ, നീ ഒരു ഫംഗ്ഷന് പോണു. ആ ഫംഗ്ഷന് പോയിട്ട് നീ നിന്റെ ട്വിൻ ബ്രദറിന്റെ അടുത്ത് വന്നിട്ട് അതിനെ കുറിച്ച് പറയാം. നീ മാത്രമേ പോയുള്ളൂ ആ ഫംഗ്ഷന്. അതിപ്പോ ഒരു പൂരാവും, വേലയാവും, പള്ളിപ്പെരുന്നാളാവും, എന്ത് വേണേലും ആവാം. അപ്പൊ നീ അതിന് പോയി. കല്യാണം എന്ത് വേണേലും ആവാം. ഒരു ഫംഗ്ഷന് നീ പോയി. അവിടെ നീ പോയിട്ട് അവിടെ ഉണ്ടായ അനുഭവം കുറിച്ച് എന്റെ അടുത്ത് വന്ന് പറയാണ്. നീ എഴുതി നോക്കട്ടെ. എന്താടാ ചോദിക്കടാ. ഋഷി വന്നടാ, ചോദിക്കട്ടെ. വാടാ. അതല്ല, ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെടാ നിന്റെ അടുത്ത്. നീ എഴുതിയതൊക്കെ ചോദിക്കട്ടെപ്പാ. എന്ത് പഠിക്കാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് എഴുതിപ്പിച്ചത്. എഴുതിപ്പിക്കുമ്പോ നിങ്ങളെ പഠിക്കുകയും ചെയ്യല്ലോ വെച്ചിട്ട്. അത് ശരി, ഇങ്ങോട്ട് വന്ന് നീ ചോദിക്കട്ടെ. ഇങ്ങോട്ട് പാടാ. നിങ്ങളിപ്പോ എത്ര ക്വസ്റ്റ്യൻ എഴുതി? 2 ക്വസ്റ്റ്യൻ എഴുതിയില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. അല്ല, ബാഗ് കിട്ടണേ എങ്ങോട്ടാ? എഴുതറാ, കോൺവെർസേഷൻ എഴുതറാ. നിങ്ങൾ പൊക്കോ, പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിടാട്ടോ. എന്നാ ബിഗ്ഗസ്റ്റ് ട്രാജഡിയാണ് 2018 ഫ്ലഡ് അല്ല ട്രാജഡി. ഇങ്ങോട്ട് ഈ ബുക്ക് നിന്റെ അല്ലേ? എനിക്ക് തന്നിട്ട് പോവാ. ഇതിലും വലിയ തൊരപ്പനാണ്. അങ്ങനെ അടുത്ത ട്യൂഷന് പോകാൻ നിൽക്കുന്ന സമയത്താണ് വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങനെ പൊട്ടി കിടക്കുകയാണ്. അപ്പോൾ സ്റ്റാൻഡ് തൽക്കാലം ഞാനിപ്പോൾ ഈ പറയുന്ന സ്റ്റാൻഡല്ല, ഫുഡ് റെസ്റ്റ് തൽക്കാലം ഞാനിപ്പോൾ മാറ്റുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി സർവീസിന് കൊടുക്കാനുള്ള സമയം. പേപ്പർ പേപ്പർ 34 അതും മലയാളത്തിൽ ആദ്യമായിട്ടുള്ള 34. അടുത്ത പേപ്പറുകൾ ഇതുപോലെ ഇല്ല അല്ലെ? കണ്ട് പഠിച്ചോ മലയാളം. ഈ കുട്ടി 35 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഈ കുട്ടി മലയാളികളായ നമ്മൾ മലയാളം പഠിക്കണം. പക്ഷെ പരീക്ഷ എഴുതണ്ടെന്നുള്ളത് നിനക്ക് അല്ലേ? പഠിക്കണം. എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വട്ടത്തെ മാർക്കിനേക്കാ പ്രീ മോഡലിനേക്കാ കുറച്ച് കുറഞ്ഞുണ്ട്. എന്നാലും നിനക്ക് 30 ഉണ്ടല്ലോ. 29 ഏത്? ഇത് 28 അല്ലേ? വേണ്ട വിശ്വാസമാണ്. കാൽക്കുലേഷൻ മിസ്റ്റേക്സ് അത് കുഴപ്പമില്ല. അതെന്ത് നിങ്ങളങ്ങനെ പേടിക്കല്ലേ? അയ്യോ, പനി എന്നുള്ള കൺസിഡറേഷനാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. അല്ല, കൺസിഡറേഷനിൽ ഞാൻ എടുക്കുന്നത്. ഇതെന്ത് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടില്ല? രജിസ്റ്റർ നമ്പർ ഇവിടെ വേറെ ഫ്രണ്ട് ഫേസിംഗ് ഇല്ലേ? അപ്പൊ ശരിക്കുള്ള പരീക്ഷയ്ക്ക് ആ ഫ്ലോക്ക് അവര് കീറുകളായിട്ടാ. അതെ, ഇവളുടെ കണ്ടന്റാണ് ഈ അടുത്ത് ഇടാൻ പോണ. ഞാൻ തെങ്ങ് കയറണത്. നീ തെങ്ങ് കയറണ ഞാൻ വീഡിയോ എടുക്കട്ടെ വന്നിട്ട്. തരൂ. അല്ല, മാത്സ് ഇപ്പൊ എന്താ അവസ്ഥ? കുഴപ്പമില്ല, പോട്ടെ. മാത്സ് നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ ഇന്നിപ്പോ തൽക്കാലം റെസ്റ്റ് എടുത്തോളൂ. നമുക്ക് നാളെ തൊട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം. അതെന്നെ പറഞ്ഞ ഇന്ന് വീട്ടിൽ പോട്ടെ നല്ലപോലെ റെസ്റ്റ് എടുക്കാം കുട്ടി. പകരം നമുക്ക് നാടകത്തിലുണ്ടല്ലോ ഇവിടെ ഗൈസ്, ഇവിടെ നോട്ട് ചെയ്തോളൂ ഗൈസ്. നാടകത്തില് വലിയ പുലിയാവാൻ പോണാണ്. പൊക്കി പറയല്ലേ ചെയ്യണേ, താഴ്ത്തി പറയല്ലേ ചെയ്യണേ.
കുക്കി പറയില്ലെന്നല്ലേ നീ പറഞ്ഞു? എന്നിട്ട് ഇപ്പുറത്തെ കൈ കണ്ടില്ല. ആ അങ്ങനെ അങ്ങനെ. അയ്യോ സോറി. ഇല്ല കേട്ടാ. അവിടെ തന്നോ വാ. അയ്യോ കുട്ടി തന്നെ പഠിച്ചോട്ടെ. കുട്ടി തന്നെ പഠിക്കുന്നത് നല്ലത്. ആ ഓക്കെ കുഴപ്പമില്ല. ആ ശരി. പബ്ലിക് എക്സാമിന് ഉറപ്പായിട്ടും ചേട്ടാ എനിക്ക് എങ്ങനെ ഫുൾ എപ്പിസിറ്റ് ഞാൻ ചേട്ടന്റെ അടിയിൽ എന്റെ ഫ്ലെക്സിന്റെ അടിയിൽ ഇങ്ങനെ. നിന്റെ ഫ്ലെക്സ് നീ തന്നെ വെക്കണ്ടല്ലേ അല്ലെ? മറ്റേ പ്രഭാവലയൊക്കെ വെച്ചിട്ടാ. ഓ എന്റെ ഫോട്ടോ ഉണ്ടോ അടിയിൽ ചേട്ടന്റെ അടിയിൽ രണ്ട്. ഓക്കെ ഓക്കെ ബൈ. അല്ല നീ പറഞ്ഞോ. ഡാ എനിക്ക് 712 സബ്ബായിന്ന്. ഡാടാ എനിക്ക് 712 സബ്ബായി കേക്ക്. ആ അതെ ഞാൻ പറഞ്ഞിട്ടില്ലേ 700 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യാം. അത് കൂടാണ്ട് ഇവിടെ വേറൊരു ബെറ്റ് വെച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് ഒരു ബെറ്റ് ഉണ്ട് നമ്മുടെ വസുതായിട്ട്. എന്താ പറ്റുന്ന അറിയാം? ആ അതല്ലേ അടുത്ത മാസം ആകുമ്പോഴേക്കും എനിക്ക് 1000K അടിക്കില്ല. 1000K അല്ല 1K അടിക്കില്ല എന്ന് അവള് പറഞ്ഞു. 1K ആക്കുന്നുള്ളത് 1000K പിന്നെ ആരാ അപ്പൊ 1K അടിക്കുന്നുള്ളത് ഞാൻ പറ്റി വെച്ചു. അടിക്കുന്നത് ഞാൻ പറഞ്ഞു അടിക്കില്ല എന്ന് അവള് പറയണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അടിക്കില്ലേ? മതി. സാധിക്കും എന്ത് തോന്നുന്നു? ഇതൊക്കെ ഒന്നും തോന്നണ്ട. 63 എന്ത് വേണേലും ഈ 4 1 2 3 ആ ഇതിന്റെ ഉള്ളിൽ ആ നമ്പർ ഉണ്ടോ നോക്കാം. ഏതിലൊക്കെ ഉള്ളത് പറയാം. അതായത് ചേട്ടൻ ആലോചിച്ച നമ്പർ ഇതിൽ എവിടെയെങ്കിലും ഉണ്ടാവും. അത് ഇതിന്റെ താഴെയാണുള്ളത് പറയാം. ടോപ്പിലുള്ള നമ്പറിന് താഴെയുള്ളത് 16. അതിൽ മാത്രമേ ഉള്ളൂ. അതിലൊക്കെ താഴേക്കൊക്കെ നോക്കോ. ഓക്കെ എല്ലാത്തിനോടും പറഞ്ഞു തരുമ്പോ അറിയോ? 1 2 4 1 2 4 പിന്നെ 16 32 55 ആണോ? അതെ. പറയാനുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഏതിന്റെ കടിയിലാ? 1 2 4 1 2 4 കൂടി കൂട്ടി 7 കിട്ടിയ. പിന്നെ 8ന്റെ താഴെ അല്ല 8ന്റെ താഴെ ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് 1 2 4 7 കിട്ടിയ. 7 പിന്നെ 16ന്റെ താഴെ എത്രയാ? 7 16 23 23ന്റെ കൂടെ 32 കൂട്ടി 55. ഓ അങ്ങനെ